ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ XSR 155ഉം MT15ഉം തമ്മിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ടെസ്റ്റാണ് നടത്തുന്നത്. രണ്ട് വണ്ടിയും 170 ഗ്രൗണ്ട് ക്ലിയറൻസാണ്. പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. XSRന് 120 ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഇപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് XSRൻ്റെ 170 ആണ്. പിന്നെ റൈഡറും പില്ലിയണും രണ്ടാൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മിനിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് 120 പക്ഷേ MTയിലാണെങ്കിലോ അവർ അൺലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ കാണിച്ചേക്കുന്നത്. അത് യമഹയ്ക്ക് പറ്റിയൊരു ഫോൾട്ടാണ്. കാരണം ഇവരെല്ലാ വണ്ടിയിലും ഇങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ XSRനും കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് രണ്ട് വണ്ടിയിലെയും MTയുടെയും XSRൻ്റെയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ XSRന് 170 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന സ്കെയിലിൽ, അതായത് 17 സെൻറ്റിമീറ്റർ. ഇനി MT നോക്കാം. നമുക്ക് MTക്കും സെയിം ആണ് കിട്ടിയേക്കുന്നത്. 170 17 സെൻറ്റിമീറ്റർ തന്നെയാണ്, രണ്ടിനും സെയിം ആണ് കിട്ടിയേക്കുന്നത്. ഇനി XSRൽ 85 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾ റൈഡർ വണ്ടിയിൽ ഇരുന്നാൽ എത്രയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് എന്നുള്ളത് ഞാൻ സ്കെയിൽ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ 155 ആണ് കിട്ടുന്നത്. 155ൻ്റെയും 160ൻ്റെയും ഇടയിലാണ് 85 കിലോഗ്രാം വെയിറ്റുള്ള ഒരു റൈഡർ ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി MTയുടെ നമുക്ക് ചെക്ക് ചെയ്യാം. MT15ൽ 85 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 145 to 155 ഇടയിലാണ് കിട്ടുന്നത്. അപ്പോൾ XSRനേക്കാളും കുറവാണ് MTയിൽ ഈ 85 കിലോഗ്രാം വെയിറ്റുള്ള ആളിരുന്നപ്പോൾ കിട്ടിയത് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി രണ്ട് പേര് വണ്ടിയിൽ കയറിയിരുന്നാൽ ക്ലിയറൻസ് എത്ര എന്നുള്ളത് നോക്കുന്നത് 85 കിലോഗ്രാം റൈഡറും 80 കിലോഗ്രാം പില്ലിയൺ റൈഡറുമാണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമുക്ക് രണ്ട് പേര് കയറി ഇരുന്നപ്പോൾ കിട്ടിയേക്കുന്നത് 140 ആണ് XSRന് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, MTയുടെ കൂടെ ഒന്ന് നോക്കാം. MTയുടെ രണ്ട് പേര്, അതായത് 80 കിലോഗ്രാം പില്ലിയണും 85 റൈഡറും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറൗണ്ട് കിട്ടുന്നത് 130 to 135 ഇടയിലാണ് കിട്ടുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി XSRനേക്കാളും കുറവാണ് MTക്ക്. MT കുറച്ചും കൂടി അഗ്രസീവാണ്. അപ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഈ ബാക്കിലുള്ള ആളിൽ ഓടുകൂടി ഫ്രണ്ടിലോട്ട് വരും. അതുകൊണ്ടാണ് ആ ക്ലിയറൻസിലെ ഡിഫറൻസ് വരാൻ കാരണം. നേരെ മറിച്ച് XSR ഫ്ലാറ്റ് സീറ്റാണ്, ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി ബാക്കിലോട്ട് കൊണ്ടും വരും ലോഡ്. അപ്പോൾ നമ്മൾ രണ്ട് വാഹനവും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ടും 170 ആണ്. പിന്നെ വെയിറ്റ് നമ്മൾ ആൾ കയറിയിരിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി XSR കുറച്ചും കൂടി കൂടുതലുണ്ട്, ചെറിയൊരു മാറ്റമുണ്ട് MTയേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് അടി തട്ടുന്ന ഒരു ടെൻഷൻ വേണ്ട. കാരണം ഈ രണ്ട് വണ്ടിയും ഒരേ ഫ്രെയിമാണ്, ഒരേ ചേസാണ്, ഒരേ എൻജിനാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഫ്രെയിം, അതാണ് പറയാം, ഡെൽറ്റ ബോക്സ്, ഇത് രണ്ടും സെയിം ആണ്. R15ലും XSRലും MTയിലും എല്ലാം സെയിം ആണ് ഈ ചേസും എൻജിനും. ബാക്കി ബോഡിയുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100ന് ആകെ വരുന്നത് 160 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, XSRന് 170 XSRനേക്കാൾ കുറവാണ് 100ന്. പിന്നെ MTയും ഈ 350 എല്ലാം ഇത്രയും കാലം നമ്മൾ കേരള റോഡിലൂടെ വളരെ വൃത്തിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആർക്കും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അപ്പോൾ യമഹയ്ക്ക് വന്നൊരു ഫോൾട്ടാണ്. അവരെന്ത് ചെയ്ത്, അവർ ഈ 120 അതായത് രണ്ട് റൈഡർ പ്ലസ് പില്ലിയൻ രണ്ട് പേര് കയറിയിട്ടുള്ള ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ XSRലും ഈ R15ലും ഈ 100ലും ഒന്നും ഇത് കാണിക്കുന്നില്ല കമ്പനി. ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. MTയും XSRും സെയിം ആണ്. 100നേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ രണ്ട് വാഹനങ്ങൾക്ക് ഉണ്ടതാണ്. സോ ഗൈസ്, താങ്ക് യു വെരി മച്ച്.